നമസ്കാരം. എല്ലാവർക്കും നേരറിയാൻ ദേശാഭിമാനിയിലേക്ക് സ്വാഗതം. ദേശാഭിമാനി 2025 ജൂൺ 22 ഞായർ. ദീർഘയുദ്ധത്തിന് ഇസ്രയേൽ, ജനീവയിൽ വഴിത്തിരിവില്ല. അമേരിക്കയുടെ B-2 സ്റ്റെൽത്ത് ബോംബറുകൾ മേഖലയിലേക്ക്. ഇസ്രയേൽ ആക്രമണം തുടരുമ്പോൾ അമേരിക്കയുമായി ചർച്ചയ്ക്കില്ലെന്ന് ഇറാൻ. ഇറാന്റെ ആണവ ഗവേഷണ കേന്ദ്രം ആക്രമിച്ചു. ഇറാനെതിരായ സൈനിക നടപടി ഉടൻ അവസാനിപ്പിക്കില്ലെന്ന് വ്യക്തമാക്കി ദീർഘയുദ്ധത്തിന് തയ്യാറെടുത്ത് ഇസ്രയേൽ. ലക്ഷ്യങ്ങൾ നേടുന്നതിനുള്ള നീണ്ട പ്രവർത്തനത്തിന് സജ്ജരാകാൻ ചീഫ് ഓഫ് സ്റ്റാഫ് ലഫ്റ്റനന്റ് ജനറൽ ഇസ്രായേൽ ഇയാൽ സമീർ സൈന്യത്തിന് നിർദ്ദേശം നൽകി. ജനീവയിൽ വഴിത്തിരിവായില്ല. ഇസ്രയേൽ ഇറാൻ സംഘർഷത്തിന് അയവ് വരുത്താൻ തുടക്കമിട്ട നയതന്ത്ര ചർച്ചകൾ ഫലമില്ലാതെ പിരിഞ്ഞു. UN രക്ഷാസമിതിയുടെ അടിയന്തര യോഗത്തിൽ രൂക്ഷമായ വാദപ്രതിവാദം ഉയർന്നെങ്കിലും ചർച്ച എങ്ങുമെത്തിയില്ല. കേന്ദ്രസേനയില്ല, കേരള പോലീസ് മതി, രാജ്ഭവൻ. ഒറ്റപ്പെട്ട പ്രതിഷേധങ്ങളുടെ പേരിൽ ഗവർണർക്ക് സംരക്ഷണം നൽകാൻ കേന്ദ്രസേനയെ വിളിച്ചെന്ന തരത്തിലുള്ള വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നും കേരള പോലീസിൽ പൂർണ്ണ വിശ്വാസമാണെന്നും രാജ്ഭവൻ പത്രക്കുറിപ്പിൽ പറഞ്ഞു. ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണിയും ഗവർണർക്കില്ല. വിണ്ണിൽ വിരിഞ്ഞ് അക്ഷരതാരകങ്ങൾ. വിദ്യാഭ്യാസ മന്ത്രിയെ തടഞ്ഞ് കലാപമുണ്ടാക്കാൻ ABVP. മന്ത്രി ശിവൻകുട്ടിക്ക് നേരെയുണ്ടായ RSS യുവമോർച്ച ആക്രമണത്തിനെതിരെ CIT നേതൃത്വത്തിൽ കോഴിക്കോട് നടന്ന പ്രതിഷേധ പ്രകടനം. ഭരണഘടനാ തത്വങ്ങൾ ഉയർത്തിപ്പിടിച്ച വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടിക്കെതിരെ പ്രതിഷേധമെന്ന പേരിൽ കലാപ നീക്കവുമായി ABVP. കാവിക്കൊടി പിടിച്ച സ്ത്രീയുടെ ചിത്രം. രാജ്ഭവന് പിടിവാശി, സംഘർഷത്തിന് ശ്രമം. നിലപാട് തിരുത്താതെ ഗവർണർ. RSS ഉപയോഗിക്കുന്ന കാവിക്കൊടിയേന്തിയ സ്ത്രീയുടെ ചിത്രം ഔദ്യോഗിക പരിപാടികളിൽ ഉപയോഗിക്കുമെന്ന രാജ്ഭവന്റെ പിടിവാശിയിൽ സംസ്ഥാന വ്യാപക പ്രതിഷേധവും സംഘർഷവും. ഗവർണർ ഭരണഘടനാ വിരുദ്ധമായി പ്രവർത്തിക്കുന്നു. രാജ്ഭവന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണോ മന്ത്രി ശിവൻകുട്ടിയെ തടയാൻ ABVP എത്തിയെന്ന് വ്യക്തമാക്കണം. വിദ്യാഭ്യാസ മന്ത്രിയെയും അധിക്ഷേപിച്ചു. ദേശീയ പതാക കാവിക്കൊടിയാക്കണമെന്ന് BJP നേതാവ്. ശിവൻകുട്ടിയല്ല, ശവൻകുട്ടിയെന്നായിരുന്നു അധിക്ഷേപം. കൊടി മാറ്റിപ്പിടിച്ച് BJP. ഗവർണറുടെ നിലപാടിന് വിരുദ്ധമായി കാവിക്കൊടി പിടിച്ച സ്ത്രീയുടെ ചിത്രവും ഭൂപടവും മാറ്റി സംസ്ഥാന BJP. കാവിക്കൊടി മാറ്റി ത്രിവർണ്ണ പതാകയേന്തിയുള്ള സ്ത്രീയുടെ പുതിയ ചിത്രവുമായാണ് ശനിയാഴ്ച BJP സെക്രട്ടേറിയറ്റിന് മുന്നിൽ സംസ്ഥാന സർക്കാരിനെതിരെ പ്രതിഷേധിക്കാനെത്തിയത്. ഹിന്ദിക്കും മോദിക്കും പ്രകീർത്തനം. കോൺഗ്രസിന്റെ തലക്കടിച്ച് തരൂർ. ലക്ഷ്മണരേഖ ലംഘിച്ച തരൂരിനെതിരെ നടപടിയെന്ന് KC വേണുഗോപാൽ. ഹിന്ദി ഭാഷയെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും വീണ്ടും പ്രകീർത്തിച്ച് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം ശശി തരൂർ. നെല്ല് സംഭരണം അട്ടിമറിക്കൽ. കേന്ദ്ര നീക്കത്തിന് പിന്നിൽ വൻകിട മില്ലുകാർ. ഒരു വർഷം 2 സീസണിലായി 5.77 ലക്ഷം ടൺ നെല്ലാണ് സംസ്ഥാനത്ത് സംഭരിക്കുന്നത്. സപ്ലൈകോ മുഖേനയുള്ള നെല്ല് സംഭരണം അട്ടിമറിച്ച് കേന്ദ്ര ഏജൻസിയായ നാഷണൽ കോഓപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷനെ രംഗത്തിറക്കാനുള്ള കേന്ദ്ര നീക്കത്തിന് പിന്നിൽ വൻകിട മില്ലുകാർ. നിലവിൽ സപ്ലൈകോ സംഭരിക്കുന്ന നെല്ല് കരാർ ഒപ്പിട്ട മില്ലുകാർ വഴി അരിയാക്കി FCIക്ക് കൈമാറുകയാണ്. മില്ലിലെത്തുന്ന അരിയുടെ കണക്കനുസരിച്ച് സപ്ലൈകോയ്ക്ക് കേന്ദ്രവിഹിതം നൽകുകയുമാണ് രീതി. FCIയിലെത്തുന്ന അരി കേരളത്തിലെ റേഷൻ കട വഴി ചുരുങ്ങിയ നിരക്കിൽ വിതരണം ചെയ്യുന്നു. പൊതുവിതരണ സമ്പ്രദായം മെച്ചപ്പെടുത്താനും അതുവഴി കർഷകർക്ക് ഉയർന്ന വില ലഭിക്കാനും ആണ് നെല്ല് സംഭരണം പൊതുമേഖലയിൽ നിലനിർത്താൻ സംസ്ഥാനം ശ്രമിക്കുന്നത്. ഇതിന് കേന്ദ്രവിഹിതത്തിനു പുറമെ സംസ്ഥാന വിഹിതമായി ₹5.20 കിലോയ്ക്ക് അനുവദിക്കുന്നുമുണ്ട്. 1 കിലോ നെല്ലിന് കർഷകന് ലഭിക്കുന്നത് ₹28.02 രാജ്യത്തെ ഏറ്റവും ഉയർന്ന വിലയാണിത്. മറ്റു സംസ്ഥാനങ്ങളിൽ കേന്ദ്രവിഹിതം മാത്രമേയുള്ളൂ. ബ്രിട്ടനിൽ ഇസ്രയേൽ വിരുദ്ധ പ്രക്ഷോഭം.
ഇറാൻ ആണവ പദ്ധതി US ഇന്റലിജൻസിനെ തള്ളി ട്രംപ്. ഇറാനിൽ നിന്ന് മലയാളികളടക്കം 717 പേർ കൂടി എത്തി. ഇറാന്റെ മുന്നറിയിപ്പ്, US ഇടപെട്ടാൽ എല്ലാവർക്കും അപകടം. ആക്രമണം നിലനിർത്തിയാലേ ആണവ ചർച്ചയ്ക്കുള്ളൂ ഇറാൻ. ട്രംപ് അസിം മുനീർ കൂടിക്കാഴ്ച, ഇന്ത്യക്ക് തിരിച്ചടി. ദി ഇക്കണോമിസ്റ്റ്. ട്രംപിനെ സമാധാന നോബലിന് ശുപാർശ ചെയ്യുമെന്ന് പാകിസ്ഥാൻ. പാകിസ്ഥാനെ ഒറ്റപ്പെടുത്താനുള്ള നീക്കം ഫലം കണ്ടില്ല. പോളിംഗ് സ്റ്റേഷനിലെ ദൃശ്യങ്ങൾ പങ്കുവയ്ക്കാനാകില്ല. സ്വകാര്യത ലംഘിക്കപ്പെടുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഫലം വന്ന് 45 ദിവസത്തിന് ശേഷം ദൃശ്യങ്ങൾ നശിപ്പിക്കും. 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വനിതാ സംവരണത്തോടെയെന്ന് അമിത്ഷാ. കനത്ത മഴയും വിലക്കുറവും കാരണം വിൽക്കാനാകാത്ത തക്കാളികൾ കർഷകർ ഉപേക്ഷിച്ചപ്പോൾ കർണാടക ചിക്കമംഗളൂരിലെ ബീഗനഹള്ളിയിൽ നിന്നുള്ള കാഴ്ച. ഈ കാഴ്ച കണ്ടാൽ പൊള്ളി. ബീഗനഹള്ളിയിലെ കാഴ്ച കണ്ട് പൊള്ളി.